ഞാനേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കഥ പറയാൻ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു. ഇന്ന് നമുക്ക് ആ കഥ പറയാം. നിങ്ങൾ ഈ കാണുന്ന ചാനൽ സത്യത്തിൽ എന്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലല്ല. കൊറോണ കാലത്ത് ഞാൻ ഭയങ്കര ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ വെച്ചിട്ട് എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ആ ചാനലിൽ ഞാൻ ഒന്നുമല്ലാണ്ടായി. അപ്പോഴാണ് ആ കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ അത്ര കാലം വെള്ളം കോരിയത് വെറും ഓട്ടത്തൊട്ടിയിലായിരുന്നു. ആദ്യം എനിക്ക് കുറച്ച് വിഷമമൊക്കെ വന്നു കേട്ടോ. കാരണം നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നല്ലോ നടക്കാതെ പോയത്. സത്യം പറഞ്ഞാൽ ചാനൽ തുടങ്ങി വെച്ച് ഞാൻ ചാനലിന്റെ ഉള്ളിൽ ഒന്നും അല്ലാണ്ടായി പോയി. അങ്ങനെ ബോറടിച്ച് ഷോക്ക് അടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എബ്രോഡ് പഠിക്കാന്നുള്ള തീരുമാനം എടുക്കുന്നത്. അങ്ങനെ പെട്ടിയും കിടക്കും മടക്കി ഫ്ലൈറ്റും പിടിച്ച് ഇവിടെ എത്തിയപ്പോൾ എന്റെ മൂടൊക്കെ ഒന്ന് മാറി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ശരിക്കുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇവിടെ യൂറോപ്പിലെത്തിയപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് തന്നെ സ്വന്തമായിട്ട് വീഡിയോസ് ഉണ്ടാക്കി കൂടാന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. നമുക്ക് നമ്മളാരാണെന്നും നമ്മുടെ കഴിവ് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ശരിക്കും ഒറ്റപ്പെടണം. അങ്ങനെ ഏറ്റവും അവസാനമാണ് നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു കാലത്ത് വിശ്വസിച്ച കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്റെ സ്വന്തം ചാനലിൽ നിന്ന് എനിക്കല്ലാതെ എന്നെ ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. അതും ഒരു വിധത്തിൽ പറഞ്ഞാൽ ചെറിയൊരു ഹീറോയിസ് അല്ലേ.